Hello my students. So നമ്മൾ ഇന്ന് നമ്മുടെ ബേസിക് സയൻസിൽ നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള അലോങ് വിത്ത് മോഷൻ എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മുടെ ബേസിക് സയൻസിൻ്റെ 3 ചാപ്റ്ററാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അലോങ് വിത്ത് മോഷനാണ്. ഓക്കെ, അതിന് മുന്നേ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ആർ ദി ഒബ്ജക്ട്സ് ഓൺ ദി എർത്ത് ദാറ്റ് ഡു നോട്ട് മൂവ്? നമ്മുടെ എർത്തിലുള്ള ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് മൂവ് ചെയ്യാത്തത്? മൂവ് മീൻസ് ചലിക്കുക. അതെ, ഏതിനൊക്കെയാണ് ചലനശേഷി ഇല്ലാത്തത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ബിന്ദു ടീച്ചർ ക്ലാസ്സിലോട്ട് കടന്നു വരുന്നത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളൊക്കെ എന്തായിരിക്കും ആൻസർ പറയാം? Yes, we replied that buildings, rocks, mountains, etc. Is it? Yes. But those objects are also moved. So, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആശ്ചര്യം. കാരണം നിങ്ങളും വിചാരിക്കുന്നുണ്ടോ ഈ ഒബ്ജക്ട്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്ന്? നോ. യെസ്. സോ നമുക്ക് നോക്കാം ഈ ഒബ്ജക്ട്സൊക്കെ, ബിൽഡിങ്സ്, റോക്സ്, മൗണ്ടെയ്ൻസ് പോലുള്ള ഒബ്ജക്ട്സൊക്കെ നമ്മുടെ എർത്തിൽ കാണപ്പെടുന്ന ഒബ്ജക്ട്സൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ് മൂവ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിലൊരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ സണ്ണിന്, this is for example, just consider this is our sun. ഇത് നമ്മുടെ സണ്ണായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യാം. ഓക്കെ, ഇതിനെ ചുറ്റുമായിട്ട് റൊട്ടേറ്റ് ആൻഡ് റിവോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ഷെൽസാണ്. ഈ ഷെൽസിൽ ഓരോരോ പ്ലാനറ്റ്സ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നമുക്ക് ആ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും ഓരോരോ പ്ലാനറ്റ്സ്. ഇതിൽ ഒരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ യു മേ ബി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് all planets move around the sun. Yes, from the picture we can say that all the planets move around the sun. So here there are 3 questions. The first one is, which are the motion of the earth you are familiar with? So which types of motions you are familiar with? Yes, rotation and revolution. So rotation and revolution, those are the 2 types of motions of the earth. Earth rotate on its axis as well as റിവോൾവ് അറൗണ്ട് ദി സൺ. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒന്നെങ്കിൽ അതിൻ്റെ ആക്സിസിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് റിവോൾവ് അറൗണ്ട് ദി സൺ, സണ്ണിന് ചുറ്റുമായിട്ട് അത് റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഓക്കെ, എർത്ത് റൊട്ടേറ്റ് on its axis as well as revolve around the sun. Okay, ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാം. Then second question, which are the objects that move along with the earth when it moves? അതായത് എർത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഏതെല്ലാം ഒബ്ജക്ട്സ് ആണ് മൂവ് ചെയ്യുന്നത്? And the answer is, along with the revolution of earth around the sun, the object on the earth that are also revolving around the sun. So that means സണ്ണിന് ചുറ്റിയിട്ട് എർത്ത് റിവോൾവ് ചെയ്യുമ്പോൾ എർത്തിലുള്ള ഏത് ഒബ്ജക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് ബിൽഡിങ്സ്, റോക്സ്, മൗണ്ടെയ്ൻസ്, എക്സെട്ര. സോ ദോസ് ഒബ്ജക്ട്സ് ആർ മൂവ്ഡ് ബിക്കോസ് എർത്ത് ഈസ് റിവോൾവ് അറൗണ്ട് ദി സൺ. ഓക്കെ, ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, can you be in a state of rest at least for a second? No, we can't be in a state of rest at least for a second. That means, yes, the earth revolve around the sun.
സോ എർത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, റിവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ എർത്ത് ഈസ് മൂവ്. സോ വി കാൺ സ്റ്റേ അറ്റ് റെസ്റ്റ് ഫോർ എ മൈന്യൂട്ട് സെക്കൻഡ്. എർത്ത് മൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മോഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏത് ഒബ്ജക്ട്സ്, ഈവൻ ദിസ് പെൻ ആൾസോ മൂവ്ഡ്. കാരണം എന്താണ്? ബിക്കോസ് ദ എർത്ത് ഈസ് മൂവ്ഡ്. ഓക്കെ, all objects on the earth move along with it. This can be understood only if we view from outer space. That means നമ്മുടെ എർത്ത് പ്ലാനറ്റ്സിലല്ലാതെ നമ്മൾ വേറെ പ്ലാനറ്റ്സിലൊക്കെ പോയിട്ട് നമുക്ക് നോക്കുമ്പോഴേ ഉള്ളൂ മനസ്സിലാവുക എർത്ത് മൂവ് ചെയ്യുന്നുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ബസ് റോഡിലൂടെ മൂവ് ചെയ്യാണ്. സോ ആ ബസ്സിലുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എർത്തിൻ്റെ ഔട്ടർ സ്പേസിൽ പോയി നോക്കുമ്പോഴാണ് എർത്ത് ഈ സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുക. സോ അതിൻ്റെ ഉള്ളിലുള്ള ഈച്ച് ആൻഡ് എവരി ഒബ്ജക്ട്സ് ആർ മൂവ്ഡ്. ഓക്കെ, വാട്ട് ഈസ് സ്പീഡ്? ദ എർത്ത് റൊട്ടേറ്റ് about its axis at an approximate speed of 1667 km per hour at the equatorial region. So ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ എർത്ത് അതിൻ്റെ ആക്സിസിൽ പെർ ഹവറിൽ അത് ഒരു അപ്രോക്സിമേറ്റ് സ്പീഡ് 1667 കിലോമീറ്റർ 1667 കിലോമീറ്റർ പെർ ഹവറിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് റിവോൾവ്സ് എറൗണ്ട് ദി സൺ. അത് സണ്ണിന് ചുറ്റും എങ്ങനെയാണ് വലയം വെക്കുന്നത്? വിത്ത് എ സ്പീഡ് ഓഫ് 106,000 കിലോമീറ്റർ പെർ ഹവർ. ഒരു മണിക്കൂറിൽ വെച്ചിട്ട് നമ്മുടെ സൂര്യനെ, നമ്മുടെ ഭൂമി 106,000 കിലോമീറ്റർ പെർ ഹവറിലായിട്ട് റിവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. ഹൗ വണ്ടർഫുൾ it is to realize that we are moving at a great speed even while sitting still at a place. So നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണ്, ടീച്ചർ ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ്. സോ നമ്മളിവിടെയൊക്കെ ഇരിക്കുന്ന ടൈമിലും നമ്മുടെ എർത്ത് പെർ ഹവറിൽ 106,000 കിലോമീറ്റർ ആണ് നമ്മുടെ സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത്. സോ അത്രയും സ്പീഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ മിനിറ്റും സെക്കൻഡും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, മോഷൻ വിത്തിൻ ദി ബോഡി. മോഷൻ വിത്തിൻ ദി ബോഡി. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞു എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നെഞ്ചിനകത്ത് നമ്മുടെ ജസ്റ്റ് അവരുടെ ചെസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ ഇയർ ഒന്ന് ജസ്റ്റ് ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സേർവ് ചെയ്യുക. നമുക്ക് എന്ത് സൗണ്ടാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവിടെ ഒരു മോഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്, അല്ലേ? സോ വാട്ട് ആർ ദി മൂവ്മെൻറ്റ്സ് ദാറ്റ് ഓക്കർ വിത്തിൻ യുവർ ബോഡി? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യൂ. യെസ്, ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് സർക്കുലേഷൻ, അല്ലേ? ബ്ലഡ് മൂവ്മെൻറ്റ്സ്, ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷന് വൺ ടൈപ്പ് ഓഫ് എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മോഷൻ ഓഫ് മസിൽസ്. മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ചലിക്കാനുള്ള ചലനം എന്നാണ് പറയുന്നത്, അതിൻ്റെ മലയാളം മീനിങ്. ഓക്കെ, മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ്, മസിൽസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വാക്കിങ്, റണ്ണിങ് അതിനൊക്കെ പോസിബിൾ ആകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെർവ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഹാർട്ട് ബീറ്റ്സ് ഉണ്ട്, നെർവ് മൂവ്മെൻറ്റ്സ്. നെർവ് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നെർവ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിലോട്ട് എത്തിയിട്ട് നമുക്ക് എല്ലാത്തിനോടും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് അതിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു മൂവ്മെൻറ്റാണ് ഹാർട്ട് ബീറ്റ്, അല്ലേ? ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. So those are the various types of movements that occur in an human body. So നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒക്കർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഇത്രയുള്ളത്. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്, മസിൽസിൻ്റെ മോഷന്, നെർവിൻ്റെ മോഷൻ, ഹാർട്ട് ബീറ്റ് എക്സെട്ര. ഓക്കെ,
ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മോഷൻ എറൗണ്ട് us. നമ്മുടെ ചുറ്റുപാടുള്ള മോഷൻസ് ആണ് ഇനി പറയുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് വേവ് ചെയ്യുക. സോ ഇതിൻ്റെ മൂവ്മെൻറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മോഷൻ ഓഫ് എയർ, എയറിൻ്റെ മോഷന് കൊണ്ടാണ് ഈ പേപ്പർ വേവ് ചെയ്യുന്നത്. അതായത് ഈ പേപ്പർ വീശുമ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങനെ അത് വീശി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എയറിൻ്റെ മോഷന് കൊണ്ടാണ്. വാട്ട് ആർ ദി അതർ ഇൻസ്റ്റൻസ് വെൻ യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദി മോഷൻ ഓഫ് എയർ? സോ ഒരു പേപ്പർ വേവ് ചെയ്യുക എന്നല്ലാതെ വേറെ ഏതൊക്കെ ഇൻസ്റ്റൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മോഷൻ ഓഫ് എയർ? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈൽ സിറ്റിംഗ് ഓൺ എ സീ ഷോർ, ദാറ്റ് മീൻസ് നമ്മൾ കടൽ തീരത്തിരിക്കുമ്പോൾ തിരമാലകൾ വരുന്നത് അവിടെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെയുള്ള മൂമെൻറ്റ്സ് ഒക്കെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മോഷൻ ഓഫ് എയർ ആണ്. ലൈക്ക് ദാറ്റ് ദ അനദർ എക്സാമ്പിൾ ഈസ് വൈൽ ട്രാവലിംഗ് ഇൻ എ ബസ് ഡ്യൂറിങ് ദി ടൈം ഓഫ് ബ്രീത്തിങ്. നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എയറിൻ്റെ മോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂറിങ് ദി ടൈം ഓഫ് ബ്രീത്തിങ്, യെസ്, ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എയറിൻ്റെ മോഷൻസ്. സോ എക്സാമ്പിൾസ് ആയിട്ട് വൈൽ സിറ്റിംഗ് ഓൺ എ സീ ഷോർ ആൻഡ് വൈൽ ട്രാവലിംഗ് ഇൻ എ ബസ് ഡ്യൂറിങ് ദി ടൈം ഓഫ് ബ്രീത്തിങ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ മോഷൻ വിത്തിൻ ദ ബോഡിയിൽ മോർ എക്സാമ്പിൾസ് ആഡ് ചെയ്യുക, ഏതൊക്കെയാണ് നമ്മളെ ബോഡിയിൽ നടക്കുന്ന മോഷൻസ് എന്നുള്ളത്. ദെൻ നമ്മുടെ ചുറ്റുപാടുള്ള മോഷൻസിന് 2 എക്സാമ്പിൾസ് ആഡ് ചെയ്യുക. ഓക്കെ, and the next question is what are the other types of motions that takes place around you and list. ഇതൊന്നും കൂടാതെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മോഷൻസ് ഏതൊക്കെയാണ്? യെസ്, മോഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്, മോഷൻസ് ഓഫ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് എയ്റോപ്ലെയിൻ, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, fan rotates, etc. So those are the other types of movements or motion that occur around us. What are the types? Yes, motion of human beings, motion of vehicles, fan rotate, flights of aeroplane, ഫ്ലൈറ്റ്സ് ഓഫ് ബേർഡ്സ് അല്ലേ? ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വേറെ ടൈപ്സ് ഓഫ് മോഷൻസ് ആണ്. ഓക്കെ, now you might have realized that different types of motions that takes place around you always. Is it? Yes, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അടുത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് എപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു മോഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് അവിടെ എന്താവശ്യമുണ്ട്? ഒരു ബലം, ദാറ്റ് മീൻസ് ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ഉള്ളൂ അവിടെ മോഷൻ പോസിബിൾ ആകുന്നത്. അതെന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോഴ്സ് ആൻഡ് മോഷൻ. ഫോഴ്സ് ആൻഡ് മോഷൻ. ഓക്കെ, when does a body start moving? എപ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്? അതായത് ജസ്റ്റ് ഇപ്പോൾ നമ്മളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും എപ്പോഴാണ് അത് നിന്ന സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആ ഒരു പ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണ് നടക്കുന്നത്? യെസ്, when force applies on a body it starts moving. നമ്മൾ എന്തുമെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡസ്റ്റർ അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ് വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതുകൊണ്ടാണ് അത് അവരുടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, you might have been seen different types of motions either fast or slow. Is it? Yes, നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ്? എന്താണ് ഇതിനുള്ള റീസൺസിന് കാരണം? അതായത് ചില മോഷൻസ് ഭയങ്കര സ്പീഡാവും, ചില മോഷൻസ് ഭയങ്കര സ്ലോ ആവും. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദീസ്? യെസ്, ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അപ്ലൈഡ് ഫോഴ്സ്.
ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൽ വരുന്ന ഡിഫറൻസ് ആണ് മോഷൻസിൻ്റെ സ്പീഡ് സ്ലോ ചെയ്യാനും അതുപോലെ തന്നെ അത് ഫാസ്റ്റ് ആവാനുള്ള റീസൺ. സോ the reason is due to the difference in applied force. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൽ വരുന്ന ഡിഫറൻസ് കാരണമാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് 4 എണ്ണമാണ് പറയുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു ടേബിളിൻ്റെ മുകളിൽ ഗോലി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് കോട്ടി അല്ലേ? അത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. This is goli. Okay. First one is place a marble, that means goli, at one end of a desk and strike it using a finger. ഇതെന്ത് ചെയ്യുക? ഫസ്റ്റ് വണ് പറയുന്നത് ഈ ഒരു ഗോലി നമ്മുടെ ഒരു ഡെസ്കിൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് നമ്മുടെ ജസ്റ്റ് ഒരു ഫിംഗർ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക. വാട്ട് ഹാപ്പൻഡ്? യെസ്, ദാറ്റ്സ് മൂവ്. അതെന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? വാട്ട്സ് ദ റീസൺ? ഇറ്റ്സ് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇസ് ഇറ്റ്? യെസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അലോ ദ മാർബിൾ ടു റോൾ സ്ലോലി ഓൺ ദി ഡെസ്ക്. ജെൻ്റലി പ്ലേസ് യുവർ ഹാൻഡ് ബ്ലോക്കിംഗ് ഇറ്റ്സ് പാത്ത്. ദ സെക്കൻഡ് വൺ എന്താന്ന് പറയുന്നത്? അതിനെ മെല്ലെ റോൾ ചെയ്യാൻ, അതിനെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഇവിടുന്ന് വിട്ടിട്ട് ജസ്റ്റ് അത് റോൾ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഹാൻഡ് വെച്ച് അതിൻ്റെ ഒരു പാത്ത് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് allow the marble to roll with a considerable speed on the desk. ജസ്റ്റ് ഒരു മാക്സിമം ഒരു മിനിമം സ്പീഡൊക്കെ എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. നമ്മുടെ കൈയിട്ട് തട്ടിയിട്ടൊന്ന് മൂവ് ചെയ്യുക. ദെൻ ഹോൾഡ് എ സ്കെയിൽ ഇൻ എ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ ഇൻ ഇറ്റ്സ് പാത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് ഇങ്ങോട്ട് ഈ ഒരു ഗോളിനെ മൂവ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ജസ്റ്റ് ഒരു സ്കെയിൽ വെക്കുക. അതൊരു ഇൻക്ലൈൻഡ് പൊസിഷൻ, അതായത് ഒരു ചെരിച്ചിട്ടൊരു സ്കെയിൽ വെക്കുക. സോ അതെന്ത് ചെയ്യും? അവിടെ ആ ഗോലി അവിടെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ പാത്ത് അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് മൂന്നാമത്തേത് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റോൾ ദ മാർബിൾ സ്ലോലി ഓൺ ദി ഡെസ്ക്. റോൾ അനദർ മാർബിൾ ഇൻ ദി സെയിം ഡയറക്ഷൻ at a greater speed so that it collides with the first one. അതായത് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വേറൊരു ഗോലി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സ്പീഡിൽ അതിനെ ഒന്ന് അങ്ങോട്ട് വിടുക. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ രണ്ട് ഗോലീസും തമ്മിൽ കൊളൈഡ്സ് വിത്ത് ഈച്ച് അതർ. അതായത് ഫസ്റ്റ് ഗോലി സെക്കൻഡ് ഗോലിയുമായിട്ട് എന്ത് കൂട്ടിമുട്ടുന്നുണ്ട്. സോ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഫോർത്ത് ആക്ടിവിറ്റീസ്. സോ ഈ 4 ആക്ടിവിറ്റീസും ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻസ് ആർ: വെൻ ഡിഡ് ദി മാർബിൾ വിച്ച് വാസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് മൂവിങ്? അതായത് റെസ്റ്റിലായിരുന്നു. അതായത് ഈ ഗോലി ഫസ്റ്റ് ടൈം എന്തായിരുന്നു? അതവിടെ റെസ്റ്റിൽ കിടക്കാൻ. അതെപ്പോഴാണ് അവിടെ മൂവ് ചെയ്യാൻ തുടങ്ങിയത്? യെസ്, ദാറ്റ് മൂവ് അപ്ലൈയിങ് ഫോഴ്സ് യൂസിങ് എ ഫിംഗർ. അല്ലേ, നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ അറ്റ് ദി ടൈം ദ ഗോലി സ്റ്റാർട്ട് ടു മൂവ്. ഇസ് ഇറ്റ്? യെസ്. സോ ദ ആൻസർ ഈസ് അപ്ലൈ ഫോഴ്സ് യൂസിങ് എ ഫിംഗർ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വെൻ ഡിഡ് ഇറ്റ് കം ടു റെസ്റ്റ്? എപ്പോഴാണ് അത് റെസ്റ്റിലോട്ട് വന്നിട്ടുള്ളത്? സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ. എപ്പോഴാണ് അത് റെസ്റ്റിലോട്ട് വന്നിട്ടുള്ളത്? യെസ്, അപ്ലൈയിങ് ഫോഴ്സ് ബൈ ബ്ലോക്കിംഗ് ഇറ്റ് വിത്ത് അവർ ഹാൻഡ്. ഇസ് ഇറ്റ്? യെസ്. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ പാത്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാൻഡ് വെച്ചിട്ട്. സോ ആ ഒരു ടൈമിലാണ് ആ ഗോലി വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ആൻസർ ഈസ് apply force by blocking it with our hand. Okay, and the third question is when did it change its direction of motion? ഇതിൻ്റെ ഡയറക്ഷൻ, ആ മോഷൻസിലുള്ള ഡയറക്ഷൻ എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഒരു സ്കെയിൽ അവിടെ ഡിക്ലൈൻഡ് പൊസിഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അപ്ലൈ ഫോഴ്സ് ബൈ ഹോൾഡിംഗ് എ സ്കെയിൽ ഓൺ ഇറ്റ്സ്
പാത്ത്. സോ ആ പാത്തിൽ അവിടെ ഒരു സ്കെയിൽ ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ആ ഒരു മോഷൻ്റെ ഡയറക്ഷനിൽ ചേഞ്ചസ് വന്നത്. ആൻഡ് സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് അപ്ലൈ ഫോഴ്സ് ബൈ ഹോൾഡിംഗ് എ സ്കെയിൽ on its path. Okay, and the fourth question is, when did the speed of rolling marble increases? എപ്പോഴാണ് ആ റോളിംഗ് മാർബിളിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ്. ആൻഡ് ദ ആൻസർ ഈസ് force applied by rolling another marble in the same direction at a greater speed. എപ്പോഴാണ് സ്പീഡ് കൂടുന്നത്? അതുപോലെ തന്നെയുള്ളൊരു മാർബിൾ, ദാറ്റ് മീൻസ് ഗോലി അതിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വിടുകയാണ്. സോ ആ മാർബിളിൻ്റെ അല്ലെങ്കിൽ ആ ഗോലിയുടെ സ്പീഡ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ. സോ ദ ആൻസർ ഈസ് force applied by rolling another marble in the same direction at a greater speed. Okay, so നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് മോഷൻ എന്നും അതിൻ്റെ സ്പീഡ് എന്താണെന്നുള്ളതും ബോഡിയിൽ നടക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മോഷൻസുമാണ്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഫോഴ്സ് ആൻഡ് മോഷനാണ്. സോ ഈ ഫസ്റ്റ് തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ, ദെൻ മോഷൻ വിത്തിൻ ദി ബോഡി, മോഷൻ അറൗണ്ട് അസ്, ഈ ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക, എക്സാമ്പിൾസ് ആഡ് ചെയ്യുക. ആൻഡ് ഫോഴ്സ് ആൻഡ് മോഷൻസിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെയും ആൻസർ നോട്ട്ബുക്കിൽ ന്യൂ ചാപ്റ്റർ നെയിമൊക്കെ എഴുതിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ വിത്ത് ആൻസറായിട്ട് എഴുതിയിട്ട് അയച്ചു തരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.